അല്ലാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കാണാൻ കഴിയും. അത്തഖർറുബു ഇലല്ലാഹ്, നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്തോ, സ്നേഹത്തോടെ അടുത്തു പോയിട്ടുണ്ടോ? നമ്മുടെ ഫർളുകൾ നിർവഹിച്ച് സുന്നത്തുകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമ്പോ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, കേൾക്കുന്ന കാത് അല്ലാഹുവല്ലയോ, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, കാണുന്ന കണ്ണ് അല്ലാഹുവല്ലേ, വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ തൊടുന്ന പിടിക്കുന്ന കൈ അല്ലാഹുവല്ലേ, വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, നടക്കുന്ന കാൽ അല്ലാഹുവെന്ന് ഖുദ്സിയായ ഹദീസിൽ ശൈഖൈനികളൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ ഇടപെടൽ കാണാൻ കഴിയും. കേൾക്കാത്തത് കാണാൻ കഴിയുന്നു. കണ്ണുകൾക്ക് അതീതമായത് കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നു. എവിടെ നിന്ന് കിട്ടുന്നു? അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവും റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നഹാവന്തിൽ കിടക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് കൺട്രോൾ ചെയ്തത് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സൈന്യം ഇറാനിലാണ്, മദീനയിലല്ല. മദീനയുടെയും ഇറാനിന്റെയും ഇടയിലുണ്ട് അറേബ്യൻ ഉൾക്കടലുണ്ട്, പേർഷ്യൻ ഉൾക്കടലുണ്ട്. ആ കടലിന്റെ അക്കരെ കിടക്കുന്ന ഇറാനിൽ നടക്കുന്ന യുദ്ധം മദീനയുടെ മിമ്പറിൽ ജുമുഅ നിസ്കാരം നടക്കാനിരിക്കെ ജുമുഅയുടെ ഖുതുബയിലല്ലയോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, പർവ്വതം നോക്കണേ, പർവ്വതം നോക്കണേ. എവിടുന്നായി പറയുന്നത്? മദീനയിൽ നിന്ന്. അത് ആര് കേട്ടു? മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? അങ്ങനെയല്ലേ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായത്? സൈന്യത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്ക് പറഞ്ഞയച്ചു. അപ്പോഴാ സൈന്യം അവരാക്രമിക്കാൻ പർവ്വതത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ആര് കണ്ടു? ഉമർ റളിയല്ലാഹു അൻഹു. എങ്ങനെ അത് കാണുന്നത്? സാറ്റലൈറ്റ് സംവിധാനമാണോ? ഇലാഹിയായ ഇടപെടൽ, അല്ലാഹുവിന്റെ ഇടപെടൽ. കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത്, മറ്റ് കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കാൻ കഴിയുന്ന ആളുകൾ എത്രയോ ആളുകൾ. അത് കേട്ടവരാണ് സാരിയ റളിയല്ലാഹു തആല മദീനയിൽ നിന്ന് മിമ്പർ എന്ന് വെറും വായ കൊണ്ട് വിളിച്ചു പറഞ്ഞത്. സാരിയ റളിയല്ലാഹു അൻഹു കേട്ടത്, ഉമർ തങ്ങൾ പറഞ്ഞത്, ഉമർ തങ്ങൾക്ക് ആ വിവരം കിട്ടിയത്. ഇതെല്ലാം മിൻ ജുംലത്തിൽ കറാമാത്ത്, അല്ലാഹുവിന്റെ ഔലിയാഇന് അല്ലാഹു നൽകുന്ന കറാമത്തുകളിൽപ്പെട്ടതെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ, നമ്മുടെ ഉലമാ വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം സമർത്ഥിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. കാതുകൊണ്ട് കൈകൊണ്ട് ഇടപെടാൻ കഴിയുന്നു. ചില തൊടലുകൾ ശമനമാണ്, ചില തലോടലുകൾ ശമനമാണ്, ചില വാക്കുകൾ ശമനത്തിന് സബബുകളാണ്. എന്തുകൊണ്ട്? അവർ അല്ലാഹുവിലേക്ക് അടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അടുത്തതുകൊണ്ട്, അല്ലാഹുവിലേക്ക് അടുത്തതുകൊണ്ട്. ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ്, നിങ്ങൾക്ക് അറിയുമെന്നല്ല, ചെറുവാളൂർ ഉസ്താദ് ഒരുപാട് ദുആ സദസ്സിലൊക്കെ നേതൃത്വം കൊടുക്കും. ഉസ്താദ് തൃശ്ശൂർ ജില്ലയിലാണ് അധികം ജോലി. ചെറുവാളൂർ ഉസ്താദ് എന്നല്ല പറയൽ. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഇന്നാ നുഹിബ്ബുഹും ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നമ്മൾ അവരൊക്കെ സ്നേഹിക്കുന്നവരാണ്. വനർജു അൻ നകൂന മഅഹും വലാ നുസക്കി അലല്ലാഹി അഹദ, അല്ലാഹു സ്വാലിഹീങ്ങളായ ഇബാദിന്റെ കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. മഹാനവറുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. സാദ് നേരിട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കുന്ന ഉസ്താദ് പറഞ്ഞു, മഹാനായ ശംസുൽ ഉലമയോട് നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസ സിർറഹു, അല്ലാഹു മഹാനായ ശംസുൽ ഉലമയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ ജീവിച്ചിരിപ്പുള്ള കാലം ചെറുവാളൂർ ഉസ്താദിന്റെ ഗുരുനാഥൻ കൂടിയാണ്. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിന്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ്വ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശൈഖുനയോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി, നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനൊക്കെ ഇന്ന് നടക്കുന്നു പറഞ്ഞു. ചെറുവാളൂർ ഉസ്താദ് സ്വന്തം അനുഭവം അത് എഴുതി വെച്ചു. ഞാൻ ഉസ്താദിന് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു. ചെറിയൊരു ബുക്കിലിട്ട് ഉസ്താദ് എഴുതിയിട്ടുണ്ട്. വലിയ ഒരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതിക്കൊണ്ടിരിക്കാൻ. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഉസ്താദ് പറയാം, അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇശാനിസ്കാരം കഴിഞ്ഞ് ഇശാനിസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ മഹാനായ ശംസുൽ ഉലമയെ ഞാൻ കാണുന്നു, മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എന്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി
ചെക്കപ്പിന് വേണ്ടി പോവുക, അടിയന്തരമായി ഡോക്ടറെ കാണണമെന്നാ പറഞ്ഞത്, അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷന് വിധേയമാവണമെന്ന് പറയാം. ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉസ്താദ് പറഞ്ഞു, ഇന്നും ആ സംഭവം കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞു, ഞാൻ ഇതാ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, ആ ഒരു അസുഖമേ എന്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എവിടെന്നാ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ ജീവിച്ചിരിപ്പുള്ള മഹാന ചെറുപാട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അഭൗതികമായ ഈ കഴിവുകൾക്കാണ് കറാമത്തുകൾ എന്ന് പറയുന്നത്. അംബിയാഇന് സംഭവിക്കുമ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയും. എവിടുന്ന് ഇത് കിട്ടുന്നു? അള്ളാഹുവിനോട് അടുക്കുമ്പോൾ. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് അടുത്ത ആളുകളോട്, മഹത്തുക്കളോട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിനും വിജയിക്കാൻ കഴിയില്ല, ഒരു സംശയമില്ല, വിജയിക്കാൻ കഴിയില്ല. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ ഔലിയാഇനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ, അവരോട് ശത്രുത വെച്ചവർ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല സജ്ജനങ്ങളുടെ കൂടെ നമ്മെ നിലനിർത്തി തരട്ടെ.